ജന്തർ മന്ദറിലെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. വലിയതായിട്ടൊന്നും പറയാനില്ല. എല്ലാവരും നിങ്ങളെല്ലാവരും വീഡിയോയും വാർത്തകളും എല്ലാം കാണുന്നുണ്ടെന്നറിയാം. എന്നാലും എനിക്ക് എൻ്റേതായ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പം ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ജന്തർ മന്ദിലെ കലാപമൊക്കെ കഴിഞ്ഞ കലാപകാരികളൊക്കെ അവരുടെ വീടുകളിലേക്ക് നാടുകളിലേക്കൊക്കെ തിരിച്ചു ചെന്നു. നമ്മുടെ ദീപക് ആണെന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് സ്ഥലം വിട്ടു. നാട്ടുകാരിൽ ഇപ്പം കലാപം ഉണ്ടാക്കിയതും കലാപം ഉണ്ടാക്കാത്തതുമായിട്ടുള്ള കുറേ വിദ്യാർത്ഥിനികളും ഉണ്ട്. അപ്പം ഇവർ നാട്ടിലേക്കും വീട്ടിലേക്കും തിരിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടായ സ്ഥിതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അതേ പ്രായത്തിലുള്ള കുട്ടികളെല്ലാം കൂടെ ചേർന്നിട്ട് നാട്ടുകാരും കൂടെ കൂടി അവരെ അറിഞ്ഞം പറഞ്ഞാൽ തല്ലി. അതാണ് കൂടുതൽ എല്ലായിടത്തും. ചില കുട്ടികളെ ഒന്നും അവരുടെ വീട്ടിൽ പോലും അവർ കയറ്റിയിട്ടില്ല മാതാപിതാക്കൾ. കാരണം ഇത് രാജ്യത്തിനെതിരായിട്ട് നടന്ന ഒരു കലാപമായിട്ടാണ് എല്ലാവരും കാണുന്നത്. അതാണ് റീസൺ. ഈ CJP പാർട്ടിയുടെ രൂപീകരണം തന്നെ എങ്ങനെ ഉണ്ടായതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിയിലുള്ള ഒരു അഭിഭാഷകങ്ങളും പാറ്റകളെന്ന് പറഞ്ഞ് ജൻസിയെ വിശേഷിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് പ്രചോദനം ഉണ്ടാക്കിയിട്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി തന്നെ ഉണ്ടായത്. സത്യത്തിൽ അത് ഗവൺമെൻറ്റിനെതിരായിട്ടുണ്ടായ പാർട്ടിയല്ലായിരുന്നു. അത് ഒരു പ്രക്ഷോഭം സുപ്രീം കോടതി എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള ഒരു പാർട്ടി രൂപീകരണമായിരുന്നു. പിന്നെ കുറച്ച് ജനപിന്തുണ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടാനും ഒക്കെ ആയിട്ട് അവർ ഈ പറയുന്ന പോലെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ഈ കോൺഗ്രസ് അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിന്നെ ആം ആദ്മി പാർട്ടി, അങ്ങനെയുള്ള അവരെല്ലാം ഇതിനേക്ക് അണിചേരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരെയും കൂടെ കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ അതാണ് സംഭവിച്ചത്. അതിൻ്റെ പേരിൽ തന്നെ അവർക്ക് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഈ പറയുന്ന എന്താ പറയുന്ന അപകടകാരികളായിട്ടുള്ള പല ആൾക്കാരും ഇതിനകത്ത് ചേർന്നിട്ട് യഥാർത്ഥത്തിലുള്ള കുട്ടികളുടെ ആ ഒരു സമരത്തെ അവർ കലാപമാക്കി മാറ്റുമായിരുന്നു ചെയ്തത്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും ഒടുവിൽ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റിയ ഒരു പ്രധാന ഒരു തുറുപ്പുചീട്ടായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് പ്രധാനമായി രാജിവെപ്പിച്ചു. അപ്പോൾ പിന്നെ പാർട്ടികളുടെ സന്തോഷമായി, കലാപം നിർത്തി, വാങ്ങിച്ചുങ്ങ് നിരാഹാര സമരവും അവസാനിപ്പിച്ചു. ഏതാണ്ട് BJPക്ക് അനുകൂലമായ സംസാരവുമായി. ഇപ്പം അടുത്ത ദീപക് ഇനിയും അടുത്ത കലാപത്തിന് തിരിച്ചു വരുമെന്നും പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. പക്ഷേ ഈ അടുത്ത കലാപം ഇനി UP യിലാണ് എന്ന് ഇതിലും ഭയങ്കരമായിരിക്കും, ഡൽഹി നടന്നതിലും കൂടുതൽ ഭയങ്കരമായിരിക്കും. പക്ഷേ UP യിലുള്ള പല ആൾക്കാരും വെല്ലുവിളിച്ചിട്ടുണ്ട്. ഇത് ഡൽഹി അല്ല, ഇത് UP ആണ്. UP യിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ, അടിച്ചു കുണ്ടി പൊട്ടിക്കും എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ എത്തിച്ചേരാതിരിക്കാനായിട്ട് സത്യത്തിൽ ഇനിയുള്ള കുട്ടികളൊക്കെ ഇതിൻ്റെ പുറകെ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നു. ഈ പറയുന്ന ജനങ്ങൾ 147 കോടി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്, അതിൽ 147 കോടി ജനതയ്ക്കകത്ത് കുറഞ്ഞത് 100 കോടി ജനങ്ങളെങ്കിലും ഈ പറയുന്ന പോലെ നരേന്ദ്രമോദിക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാവും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ യുവജനങ്ങളും ഈ ജൻസി മാത്രമല്ല, വേറെ മില്ലേനിയവും അതിന് മുമ്പുള്ള ജനറേഷൻസ് ഉണ്ടല്ലോ, അവർ തെരുവിലേക്ക് ഇറങ്ങി ജൻസിയെ കൈകാര്യം ചെയ്യേണ്ട കാര്യമുള്ളൂ. ഈ ജൻസി എന്ന് പറയുന്നത് ഏതായാലും എത്ര കോടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ള ജനസംഖ്യയുടെ അത്ര ഏതായാലും വരാൻ ചാൻസ് ഇല്ലല്ലോ. ഈ പറയുന്ന പോലെ അതുകൂടാതെ ഒരു ദേശത്തിന് വേണ്ടിയിട്ട് ദേശത്തിന് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മനുഷ്യനാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന് ബന്ധുക്കളുമില്ല, ഭാര്യയില്ല, മക്കളില്ല, ഒന്നുമില്ല. അദ്ദേഹം സ്വന്തം ചിലവ് സർക്കാർ തരുന്ന ശമ്പളം പോലും പൂർണ്ണമായിട്ട് ഉപയോഗിക്കാതെ അതുപോലും മാറ്റിവെച്ച് സ്വന്തം ആവശ്യത്തിനുള്ള ചിലവിനുള്ള കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ബാക്കിയെല്ലാം ചാരിറ്റി സംഘടനകൾക്കും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ അമ്മയെ തീർത്തും മോശമായിട്ട് പറഞ്ഞ മലയാളത്തിലുള്ള ആൾക്കാർ വരെ, വ്ളോഗർമാർ വരെ, വലിയ സെലിബ്രിറ്റികൾ വരെ ഉണ്ട്. ഇവരെല്ലാം ഏതായാലും NIA നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ വഴിയെ വരുന്ന കാര്യങ്ങളാണ്, അതൊക്കെ നമുക്ക് കണ്ടറിയാം. പിന്നെ അതുകൂടാതെ ഒരു നിലമ്പൂരുള്ള മുഹമ്മദ് ഷാജി എന്ന് പറയുന്ന ഒരാൾ 23 പേരെ ട്രെയിനൊക്കെ കയറ്റി കലാപത്തിന് പിറകെ വന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഇവൻ്റെയൊക്കെ ബുദ്ധി എന്ന് പറഞ്ഞ എന്ത് ബുദ്ധിയാണോ! ഇനി ഇവൻ്റെ കുടുംബചരിത്രം മുഴുവൻ NIA തോണ്ടിയെടുക്കും എന്നുള്ളതാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇനി ഇവനൊന്നും പുറം ലോകം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരൊക്കെ ഇന്ത്യയെ കാല് കുത്തിയാൽ തന്നെ ഇവൻ നേരെ ജയിലിലോട്ട് പോകേണ്ട സ്ഥിതിയെ വരത്തുള്ളൂ. കാരണം അവൻ്റെ എല്ലാ അടിവേര് വരെ മാന്തി പൊളിക്കും എന്നുള്ളത് മനസ്സിലാക്കണം.
പിന്നെ അവിടെ ഈ പറയുന്ന CJP-യിൽ വന്ന പ്രക്ഷോഭത്തിന് വന്ന ജന്തർ വന്ന കുട്ടികൾക്ക് ഫ്രൂട്ട്സും ആഹാര സാധനങ്ങളും മറ്റുള്ള വെള്ളവും ഒക്കെ വിതരണം ചെയ്ത ഒരു ആളുണ്ടായിരുന്നു, ജുനൈദ്, ഒരു പഴക്കച്ചവടക്കാരൻ. അദ്ദേഹത്തിൻ്റെ ഒരു പാവപ്പെട്ട വരുമാനമൊക്കെ ഉള്ള ഒരു പാവപ്പെട്ട ആളാണ്, ചെറിയ വലിയ വരുമാനമൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. അതേപോലത്തെ സ്ഥിതിയിലാണ് പുള്ളിയുടെ ജീവിതം. അദ്ദേഹം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഒരു ദിവസം അവിടെ എത്ര പേര് വന്നോ അത്രയും പേർക്കുള്ള വെള്ളവും ഭക്ഷണവും ആഹാരവും ഫ്രൂട്ട്സും മറ്റുള്ള സാധനങ്ങളും എല്ലാം അദ്ദേഹം വിതരണം ചെയ്തു. അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി ഈ ക്യാഷ് എന്ന് ആർക്കും അറിയത്തില്ല. പല സംഘടനകളും സഹായിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അന്വേഷണം നടന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ വീട്ടിലും ഒക്കെ ഏതായാലും റെയ്ഡ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ദിവസം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10 ലക്ഷം രൂപയോളം എക്സ്പെൻസ് മാത്രം വരുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മിനിമം 10 ദിവസം ഈ പ്രക്ഷോഭം 10 ദിവസം നടന്നെങ്കിൽ 1 കോടി രൂപയോളം ചിലവാക്കാൻ മാത്രം കാശ് ഈ പറയുന്ന വ്യക്തിയുടെ കയ്യിൽ എവിടുന്ന് വന്നു, ഇതിൻ്റെ പുറകിൽ ആരാണ് എന്നുള്ളത് ഈ പറയുന്ന മുഹമ്മദ് ഷാജി ഉൾപ്പെടുന്ന പല ആൾക്കാരും ഇതിനകത്ത് പങ്കാളികളാണ് എന്നുള്ളത്. അതുപോലെ തന്നെ പല ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷൻസിൽ കൂടി അവിടത്തേക്ക് ഫുഡ് ഡെലിവറി ചെയ്യിപ്പിച്ച, വിദേശത്തു നിന്നും ഓൺലൈൻ വഴി ചെയ്യിപ്പിച്ച ആൾക്കാരെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഈസി ആയിട്ട് എടുക്കാനുള്ളതേ ഉള്ളൂ. സർക്കാരിനത് സ്വിഗ്ഗിയോടോ അങ്ങനെയുള്ള സൊമാറ്റോയോടോ അങ്ങനെയുള്ള കമ്പനികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നയാളാണ് അയച്ചത് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് സർക്കാരിന് ഈ പറയുന്ന NIA-ക്ക് സുഖമായിട്ട് സുരക്ഷാ ഏജൻസിക്ക് കിട്ടും. അപ്പോൾ ഇതൊന്നും അറിയാതെ ഈ ഒരൊറ്റ കലാപത്തിൽ കൂടെ നരേന്ദ്രമോദി സർക്കാരിനെ പിടിച്ചൊക്കെ താഴെ ഇറക്കാതെ വിചാരിച്ച മണ്ടന്മാരാണ് ഇത്. സത്യത്തിൽ ഈ പ്രധാന രാജിവെക്കത്തില്ലെന്നും പിന്നെ കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് സംഭവങ്ങൾ കൊണ്ടുവരാം, കൂടുതൽ ആൾക്കാരെ അതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം, വലിയ കലാപം ഉണ്ടാക്കാം, ഒടുവിൽ അളമുട്ടി നരേന്ദ്രമോദി സർക്കാർ മൊത്തത്തിൽ കൂട്ടരാജിവെക്കും എന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷെ അതൊന്നും നടക്കാൻ പോകണില്ലെന്നും എന്നുള്ള കാര്യം പ്രധാന തുറുപ്പീട്ടായിട്ട് ഇറക്കിയിട്ട് അതിലും വലിയ ആളെ പ്രഹ്ലാദിനെ പിടിച്ചിറക്കിയിട്ടുണ്ട്. അതിലും വലിയ ആളാണ്, RSSൻ്റെ വലിയ നേതാവാണ്, അദ്ദേഹത്തെ പിടിച്ചിറക്കിയിട്ടുണ്ട്. അതുപോലെ അതങ്ങ് പറഞ്ഞാൽ നമുക്ക് ഈ കാത് കുത്തിയവൻ പോയാൽ കടുക്കനിട്ടവൻ വരുമെന്ന് കേട്ടിട്ടില്ലേ, അതേപോലെ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഈ പറയുന്ന BJP-ക്ക് അതുകൊണ്ട് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല, BJP ഗവൺമെൻറ്റിന് അതുകൊണ്ടൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന പോലെ പ്രധാന വേറൊരു ചുമതല അവർ തീർച്ചയായിട്ടും കൊടുക്കും. അത് വേറൊരു ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന CJP-ക്ക് അയാളെ വേറെ ചുമതല ഏൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അയാൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്നല്ലോ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ. അദ്ദേഹത്തിന് വേറെ ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അത് ഭംഗിയായിട്ട് നിർവഹിക്കും. ഈ പറയുന്ന ഇത്രയും കാലഘട്ടത്തിനുള്ളിൽ അദ്ദേഹം എൻ്റെ കീഴിൽ ഈ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ അതിന് വരുത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റെക്കോർഡിക്കലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളെ പറയാനുള്ളൂ. അതുകൊണ്ട് മക്കൾ ഈ പറയുന്ന പോലെ അവിടെ CJP-ക്ക് വന്ന ആൾക്കാരുടെ ക്യാരക്ടറും അവിടെ വന്ന പെണ്ണുങ്ങളും ആണുങ്ങളും ഉടുപ്പുന്ന ആൾക്കാരുടെ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം നല്ല ആൾക്കാരാണ്, എന്തുമാത്രം ക്ലാരിറ്റി ഉള്ള ആൾക്കാരാണെന്നും എന്തുമാത്രം വ്യക്തിത്വമുള്ള ആൾക്കാരാണെന്നും അവരുടെ ആ ഒരു ഔട്ട്ഫിറ്റ്, അവരിട്ടേക്കുന്ന വസ്ത്രങ്ങൾ, അവരുടെ മുഖത്ത് തേച്ചേക്കുന്ന ഓരോ കമ്പലും മൂക്കുത്തിയും ഒക്കെ ഇട്ടിട്ട് വന്നമാരുണ്ട്. അസൽ കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ പാറ്റകളെ പോലെ തന്നെയാണ്, അത് പറയേണ്ട കാര്യമില്ല. പാറ്റ സമരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതായിരിക്കണം, പാറ്റ സമരം ഇങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം നമുക്ക് അവരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചവിട്ടാൻ തോന്നണം, ചവിട്ടി അരയ്ക്കാൻ തോന്നണം, അതാണ് പാറ്റ. എന്തായാലും സംഭവം കൊള്ളാം. ഇതും കൊണ്ട് എല്ലാവരെയും രക്ഷപ്പെടും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും കുറേ BJP ഗവൺമെൻറ് ഇതിനൊക്കെ ഒരു പ്ലസ് പോയിൻ്റ് ആകാൻ ചാൻസസ് ഉള്ളൂ. ഇതിനെപ്പറ്റി സത്യത്തിൽ പാറ്റാ സമരത്തെക്കുറിച്ച് വ്ളോഗ് ചെയ്യുന്ന നല്ല കുട്ടികളുണ്ട്. ഈ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലും മറ്റുള്ള കാര്യത്തിൽ നല്ല കുട്ടികളുണ്ട്. കണ്ടാൽ തന്നെ നമുക്ക് അറിയാം, ആൺപിള്ളേരും നല്ല പെൺപിള്ളേരും ഒക്കെ കണ്ടാൽ അറിയാം അവരൊക്കെ നല്ല കുടുംബത്തിൽ ജനിച്ച ആൾക്കാരാണെന്നും അവർക്ക് നല്ല വിവരമുണ്ടെന്നും എഡ്യൂക്കേഷൻ ഉണ്ടെന്നും ഒക്കെ അവരുടെ വീഡിയോസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള കുട്ടികളാണ് ഈ നരേന്ദ്രമോദി സർക്കാരിനെയും BJP ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ പാറ്റകളുടെ ഒന്നും സപ്പോർട്ടൊന്നും അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അവർക്ക്
അവർ പോയി വല്ല കമ്മ്യൂണിസ്റ്റിനോ അത് ആം ആദ്മിക്കോ അതുപോലെ തൃണമൂൽ കോൺഗ്രസ്സിനോ അതേപോലുള്ള വൃത്തികെട്ട നാറിയ സംഘടനകൾക്ക് വോട്ട് ചെയ്തോട്ടെ, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഈ പറയുന്ന BJP എന്ന് പറയുന്ന ഗവൺമെൻറ് ഇനി ഒരു 10-25 വർഷം ഇന്ത്യയിലുണ്ടാവും. അതുകൊണ്ട് ആരും ഈ പറയുന്ന കണ്ടോണം, കുറച്ച് ഒരു 2 വർഷം കൂടെ കഴിഞ്ഞോട്ടെ. നമ്മുടെ ഇദ്ദേഹം ഉണ്ടാവില്ല, രാഹുൽ ഗാന്ധി 2 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യ വിട്ട് തലം വിടും. അത് ഉറപ്പ് കേസ്, അത് കണ്ടോണം. അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി പുള്ളിക്ക് മനസ്സിലാവും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതേ സ്ഥിതി തന്നെ വരും. ഇനി ഇവിടെ നിന്നിട്ടും കാര്യമില്ല, ശ്രമിച്ചിട്ട് കാര്യമില്ല, എൻ്റെ വിദേശത്തുള്ള ഭാര്യയുടെയും മക്കളുടെയും കൂടെ പോയി താമസിക്കാം എന്നും പറഞ്ഞ് അദ്ദേഹം ഇവിടുന്ന് സ്ഥലം വിടും. അദ്ദേഹം എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. വെറുതെ പുള്ളിയെ വലിച്ച് ആ സോണിയാഗാന്ധി അമ്മ പുള്ളിയെ പുള്ളിക്ക് താല്പര്യമില്ലാത്തൊരു സംഭവത്തിലേക്ക് വലിച്ചിട്ടത്. വന്നപ്പോൾ എന്തുമാത്രം പെപ്പത്തരങ്ങളാണ് പറഞ്ഞത്. ഇപ്പം കുറച്ചൊക്കെ ബെറ്റർ ആയിട്ടുണ്ട്. സ്റ്റിൽ എന്നാലും ഈ റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോ, ഒരു പാർലമെൻറ്റിൽ നടന്ന വീഡിയോയിൽ വരെ പുള്ളി പെപ്പത്തരം കാണിച്ചു കഴിഞ്ഞാലും എൻ്റെ മൈക്ക് ഓണല്ല സാർ എന്ന് പറഞ്ഞ്, ഇപ്പോൾ ഓണാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്, സ്പീക്കർ വരെ പറയുന്നുണ്ട് ഓണാന്ന്. അപ്പോൾ അത് ഉടനെ ഓഫാക്കി, കൈകൊണ്ട് ഓഫാക്കി വെച്ച് ഓണല്ല സാർ എന്ന് പറയുന്നു. ഇത് ഈ ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എൻ്റെ രാഹുലെ. ഇത് ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ നടത്തുന്നത്? എന്തായാലും CJP സ്വാഹ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. നന്ദി, നമസ്കാരം.